ഈശോയാകുന്ന സ്നേഹിതനെ കുറിച്ച് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കടുത്ത് വരാം. ഏത് പാപത്തിലായിരിക്കുമ്പോഴും യു ക്യാൻ കം നിയർ ടു ഹിം ആൻഡ് സേ, ലോർഡ്, ഐ ആം മിസ്റ്റേക്കൺ. എനിക്ക് തെറ്റിപ്പോയി. ധൂർത്തപുത്രൻ തിരിച്ചു വന്നതുപോലെ, പിതാവേ, അങ്ങയ്ക്കെതിരായും സ്വർഗത്തിനെതിരായും ചേട്ടനെതിരായും കുടുംബത്തിനെതിരായും ഈ നാടിനെതിരായും ഞാൻ തിന്മ ചെയ്തു പോയി. നിന്റെ മകനെന്ന് വിളിക്കാൻ എനിക്ക് ഞാൻ യോഗ്യനല്ല. നിന്റെ ഒരു ദാസനായെങ്കിലും സ്വീകരിക്കണേ എന്ന് പറഞ്ഞ് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് തിരികെ വരാം. നിങ്ങൾ തിരികെ വരാൻ ഒരു കാലെടുത്ത് വയ്ക്കുമ്പോ നിങ്ങളെടുത്ത ഒരു കാല് കണ്ട് ഓടി വരുന്ന ധൂർത്തപുത്രന്റെ പിതാവിനെ പോലെ ദൈവം നമ്മുടെ അടുത്തേക്ക് ഓടി വരികയും വാരിപ്പുണരുകയും ചുംബിക്കുകയും കാലിൽ പാദുകവും കയ്യിൽ മോതിരവും ധരിക്കാൻ പുതിയ വസ്ത്രവും കഴിക്കാൻ ഒരു കൊഴുത്ത കാളക്കുട്ടിയുടെ വിരുന്നുമൊരുക്കി കാത്തു നിൽക്കുന്നവനാണ് പിതാവ്. എപ്പോൾ വേണമെങ്കിലും നിനക്ക് അടുത്തു വരാം. അവർക്ക് വിളിക്കാം, ഈശോയേ. രണ്ടാമതായി, നമ്മുടെ ഐശ്വര്യത്തിന് വേണ്ടി പദ്ധതി ഒരുക്കുന്നവനാണ് അവനെന്ന് നമ്മൾ പറഞ്ഞു. ജെറമ്യാ 29:11. നമുക്ക് വേണ്ടി അവന്റെ കയ്യിൽ ഒരു പദ്ധതിയുണ്ട്. അത് നമ്മുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ളൊരു പദ്ധതിയാണ്. എനിക്ക് നല്ല പദ്ധതികൾ ഒരുക്കുന്ന ഒരു ഫ്രണ്ടാണ് അവൻ. 3, നമ്മെ കേൾക്കുകയും ഉത്തരം പറയുകയും ചെയ്യുന്ന, കേൾക്കാൻ തയ്യാറുള്ളൊരു ഫ്രണ്ട്. എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറയാൻ തയ്യാറുള്ളൊരു സുഹൃത്താണ് അവൻ. യെശയ്യാ 65:24. വിളിക്കും മുൻപേ അവിടുന്ന് നിങ്ങളെ കേൾക്കും, പ്രാർത്ഥിച്ചു തീരും മുമ്പേ അവിടുന്ന് നിങ്ങൾക്ക് ഉത്തരം നൽകും. കേൾക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് നിനക്ക് ഈശോയിൽ. അവർക്ക് വിളിക്കാം, ഈശോയേ. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലമാണ്. പ്രിയപ്പെട്ട കുഞ്ഞേ, അച്ഛനെ കേൾക്കുന്ന യുവാവേ, യുവതി, ദൈവത്തിന് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്. നീ ഇടക്കിടക്ക് ഡു യു റിയലി ലവ് മീ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. നിനക്കിപ്പോഴും എന്നോട് സ്നേഹമുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അത് അനന്തമാണ്, അത് തീർന്നു പോകുന്നില്ല. എപ്പോഴുമുള്ള സ്നേഹമാണ്. നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലമാണ്. എന്നെ കൂടാതെ നിനക്ക് വേറെ വല്ല ഫ്രണ്ട് ഉണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കേണ്ട കാര്യമില്ല. അവന്റെ വിശ്വസ്തത അചഞ്ചലമാണ്.